ഇതാ ഈ വീട് കണ്ടോ? ഇതായിരുന്നു ഇവിടുത്തെ മുൻ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ വീട്. കുര്യൻ അഥവാ കഞ്ഞിപ്പാറ കുട്ടപ്പൻ്റെ സ്വവസതി. അദ്ദേഹം തുടങ്ങി വെച്ച പുരോഗമന പ്രവർത്തനങ്ങളാണ് കുടിവെള്ള പദ്ധതി. ഇന്ന് പ്രഭാതത്തിൽ ഓരോ വീട്ടിലും കടുങ്കാപ്പി ഉണ്ടാക്കാൻ വെള്ളം എടുക്കുന്നത് മുതൽ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തെ ഓർക്കാറുണ്ട്. അതല്ലാതെ ഇവിടെ വന്നുകൂടിയിട്ടുള്ള ഏക പുരോഗമനമെന്ന് പറയുന്നത് എടുത്തു പറയാവുന്ന ഒന്നാണ് വൈദ്യുതി. അതും ഈ അടുത്ത കാലത്താണ് എത്തിയത്. മതിയായ വോൾട്ടേജ് പലപ്പോഴും ലഭിക്കുന്നില്ലെങ്കിലും ഒരു ആശ്വാസം ഇതുമൂലം ജനങ്ങൾക്കുണ്ട്. മെമ്പറുടെ പഴയ വീട് ഇപ്പോൾ ഒരു പ്രേതബാധിത പ്രദേശമാണെന്ന് തോന്നത്തക്ക പോലെ നിലകൊള്ളുകയാണ്. അദ്ദേഹവും ഇവിടുന്ന് വിട്ടുപോയി. തൊട്ടു സമീപത്തുള്ളവരും ഈ പ്രദേശത്തെ പുരോഗമനങ്ങളിൽ മനം മടുത്ത് ഈ നാട് വിട്ട് അല്പം ദൂരേക്ക് മാറി ഒരു വീട് വാങ്ങി താമസിക്കുന്നു. 18ഓളം വീടുകൾ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ആളുതാമസമുള്ള വീടുകൾ വെറും 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിലും വൃദ്ധർ മാത്രമേ ഉള്ളൂ. കുട്ടികളും ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ മക്കളും കൊച്ചുമക്കളുമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നു. കുട്ടികളുടെ ഭാവിയെങ്കിലും നോക്കണ്ടേ? നാട് ഭരിക്കുന്നവർക്ക് നാടിനെ പറ്റിയുള്ള ദീർഘവീക്ഷണം ഇല്ലെങ്കിലും കുടുംബം ഭരിക്കുന്നവർക്ക് അത് പോരല്ലോ. വാർദ്ധക്യത്തിൽ അവരെ താങ്ങുവാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിലേ പറ്റൂ. അവർക്കന്ന് അതിനുള്ള സാമ്പത്തികവും വേണം. അവരുടെ ജീവിതത്തിലെ പ്രകാശത്തിനായാണ് ഈ ഇരുളടഞ്ഞ പ്രദേശം വിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് അവർ മാറി താമസിക്കുന്നത്. ഒരു റോഡോ ഒരു പ്രൈമറി സ്കൂളോ ഒരു വാഹന സൗകര്യം ഉണ്ടെങ്കിൽ ആരും ഈ കാനന പ്രദേശം വിട്ട് പോകില്ല. സത്യം. ഇതുവഴിയുള്ള ആകെയുള്ള ഗതാഗത മാർഗം ജീപ്പും ഓട്ടോറിക്ഷകളുമാണ്. റോഡിൻ്റെ സ്ഥിതി മോശമായതോടുകൂടി 2 പേരിൽ കൂടുതൽ കയറ്റുകയില്ല എന്നായി ഓട്ടോറിക്ഷക്കാർ. ജീപ്പിന് 2.5 കിലോമീറ്റർ വരണമെങ്കിൽ 15 രൂപ കൊടുക്കണം. തിരിച്ച് ഇറക്കമായതിനാൽ 10 രൂപയും. 2.5 കിലോമീറ്റർ യാത്ര ചെയ്ത് വരണമെങ്കിൽ 25 രൂപ ചിലവാകുമെന്നർത്ഥം. ഇത് കാണുന്നവർ ഞങ്ങൾക്ക് റോഡുണ്ടാക്കി തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കുന്നു, നിങ്ങൾ കോണ്ടസ ബെൻസ് കാറുകളിൽ ഹൈവേയിൽ കൂടി ചീറിപ്പായുമ്പോൾ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ സമപ്രായക്കാരായ ഇന്ത്യൻ പൗരന്മാർ ഒരു കാല് വെച്ചാൽ മറുകാല് വയ്ക്കുന്നത് ഭയപ്പാടോടുകൂടി നടക്കുന്ന നടപ്പാതകളുള്ള ഒരു ജില്ലയിലാണ് നിങ്ങളും താമസിക്കുന്നതെന്ന് ഓർക്കുക. ഈ പ്രാവശ്യം ഓണത്തിന് മാവേലിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മാവേലി തമ്പുരാനെ, ദയവ് ചെയ്ത് ഈ ഓണത്തിന് ഞങ്ങളുടെ നാട്ടിൽ വരരുത്. ഞങ്ങളുടെ ഭരണകർത്താക്കൾ അങ്ങയുടെ ശാപവാക്കുകൾ കേൾക്കാതെ ഈ ഓണമെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കട്ടെ.